എടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അലി ഖമേനി രാജ്യം വിടുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയത്ത് തന്നെ അമേരിക്കയ്ക്ക് മറുപടിയും ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാൻ പറയുന്നത് പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയുടെ പങ്കുണ്ട് എന്ന കാര്യം സംശയിക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ജനകീയ പ്രക്ഷോഭം എന്ന രീതിയിൽ ഇത് വളർന്നു വരികയും പ്രതിപക്ഷത്തിന് വലിയ പിന്തുണ അവിടെ കിട്ടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പങ്ക് അവിടെ സംശയിക്കും. അതുതന്നെയാണ് ഇറാൻ ഭരണകൂടവും പറയുന്നത്. അലി ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ട്രംപിന്റെ നീക്കമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇത് അങ്ങനെയെങ്കിൽ ഒരു വലിയ വിപത്തിലേക്ക് കാര്യങ്ങൾ പോകുമല്ലോ. വെനിസ്വേലയിൽ മഡുറോയെ തൂക്കിയെടുത്തുകൊണ്ട് പോയ പോലെ ഇറാനിൽ കടന്ന് എന്ന് അലി ഖമേനിയെ അങ്ങനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇറാൻ വലിയ രാജ്യമാണ്. അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുമല്ല, അലി ഖമേനിയെ ലൊക്കേറ്റ് ചെയ്യുക എന്നത് പോലും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണിത്. അതിപ്പോൾ സിയൊക്കെ എത്ര വിചാരിച്ചാലും അതെല്ലാം നിരന്തര ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുക, ഈ ഭീഷണിയൊക്കെ ഉള്ള കാരണം അങ്ങനെ ഇവിടുന്ന് റാഞ്ചിക്കൊണ്ട് പോവുക എന്നുള്ളത് പ്രായോഗികമായ ഒരു കാര്യമല്ല. എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്ക ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നും പറയേണ്ടി വരും. ഒരു കാര്യമുണ്ടത്, ഈ കഴിഞ്ഞ ജൂണിലുണ്ടായ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഇസ്രായേൽ ഇറാൻ, അതിനെ തുടർന്ന് അമേരിക്ക അവിടെ കൊണ്ടുവന്ന് മറ്റേ വലിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് അവരുടെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. ആ ഒരു ആക്രമണത്തില് 2 ആഴ്ചയോളം നീണ്ടു നിന്ന ഇസ്രായേലിന്റെ വ്യോമാക്രമണം, പിന്നെ ഈ അമേരിക്കയുടെ ഈ ആക്രമണം, അവരുടെ ഇറാന്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും ഏതാണ്ട് തകർന്നു. ഏതാണ്ട് എല്ലാം, അതായത് ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ അത്ര ഭീകരമായ ആക്രമണമായിരുന്നു അത്രയും ദിവസം ഇസ്രായേൽ അവിടെ നടത്തിയത്. അതോടുകൂടി അന്ന് തന്നെ നമ്മൾ ഇവിടെ ഇരുന്ന് വലിയ ചർച്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു റെജീം ചേഞ്ച് ആണോ ഇവർ ഉദ്ദേശിക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ യുദ്ധം നിർത്തുകയുള്ളൂ. തീർച്ചയായിട്ടും റെജീം ചേഞ്ച് അവരുടെ ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷെ ഇതുപോലെ അല്ല എന്ന് മാത്രം. ഈ ബേസിക് ഈ അടിത്തറ മുഴുവനും ഫിനാൻഷ്യലി, എക്കണോമിക്കലി, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഉള്ള എല്ലാ അടിത്തറയും തകർന്നു കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് തള്ളിയാൽ വീണു പോകുന്ന ഒരവസ്ഥയിലായി ഈ ഇറാന്റെ എക്കണോമി എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ട് അവിടെ വലിയ പണപ്പെരുപ്പമുണ്ടായി, വിലക്കയറ്റമുണ്ടായി, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. ഈ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സത്യത്തിൽ ആക്രമണത്തിന്റെ ഉദ്ദേശവും. ആ ലക്ഷ്യം അവർ സാധിച്ചിട്ടുണ്ട്. കാര്യം ഇനിയിപ്പം ഇറാനിലെ ശരിക്കും ഇവർ മാറി നിന്ന് എല്ലാ ബാക്ക് സപ്പോർട്ടും കൊടുത്തും മാറി നിന്നാൽ മാത്രം മതി. ഈ അലി ഖമേനിയെ ചിലപ്പോൾ അവിടുത്തെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്തു എന്ന് വരും. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ റഷ്യയിലേക്കോ ചൈനയിലേക്കോ അയാൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞാല്, റഷ്യ ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടുത്തെ ഉക്രൈൻ യുദ്ധവുമായിട്ട് അവർ ഓൾറെഡി എൻഗേജ്ഡ് ആണ്. ഇതിനിടയ്ക്ക് ദൂരെ നിന്ന് അപലപിക്കുക എന്നുള്ളതല്ലാതെ ഇതുപോലെ വലിയൊരു ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ് ചെന്ന് ഇപ്പോഴവർ തലവെക്കും എന്ന് തോന്നുന്നില്ല. ചൈന പിന്നെ അവരുടെ തടിക്ക് പിടിക്കുന്ന കാര്യമല്ലെങ്കിൽ പിന്നെ അവർ മാറി നിൽക്കുകയുള്ളൂ. അത് തൊടുക പോലും ചെയ്യില്ല. അവർ മാറി അവരുടെ എക്കണോമി, അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ എന്തെങ്കിലും കാര്യമായി ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരും പിന്നെ അതിൻ്റെ അകത്ത് അധികം ഇടപെടില്ല. അതായത് ഇവിടെ ഇനി ഏതാണ്ട് മാറ്റർ ഓഫ് ടൈം, എനിക്ക് തോന്നുന്നത് അതാണ്, ഫ്യൂ ഡേയ്സ് ഓർ ഫ്യൂ വീക്സ് ആ ഇറാനിലെ ഭരണകൂടം സ്വാഭാവികമായി തന്നെ വീഴും. കാര്യം അതിനുള്ള പണിയൊക്കെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് ഇവർ, അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന്. അതിന് ഒരു മാത്രവുമല്ല, അതിന് ആ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ എല്ലാം പിന്തുണയും ഉണ്ട്. കാര്യം ആ മിഡിൽ ഈസ്റ്റിലെ ഒറ്റ രാജ്യത്തിനും മറ്റുള്ള ഇറാനുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല, ഇറാനായിട്ട് കണ്ടുകൂടാ. അങ്ങനെ എല്ലാ തരത്തിലും മണ്ണ് ഒരു റെജീം ചേഞ്ചിന് പറ്റുന്ന രീതിയിലും പാകമായി കിടക്കുന്ന ഒരു മണ്ണാണത്. ആ മണ്ണിൽ ഇനിയും കാര്യങ്ങൾ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നടക്കും എന്ന് തന്നെയാണ് കാര്യം. പക്ഷേ അവിടെ ഒരു മിലിറ്ററി ആക്ഷന് അമേരിക്ക മുതിരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അതിൻ്റെ ആവശ്യമില്ലാതെ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ അത് അത്ര എളുപ്പവുമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മണ്ടത്തരത്തിന് അവർ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മളെല്ലാം പറയുമ്പോഴും ഒരു കാര്യം ഇവിടെ വളരെ ട്രംപും അമേരിക്കയും അവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നൊരു കാര്യം, ഇനിയും അവരുടെ ഉദ്ദേശം മറ്റു പലതുമാണെങ്കിലും പക്ഷെ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഈ ഡ്രഗ് മാഫിയയുടെ കാര്യം, ഈ കൊളംബിയ, മെക്സിക്കോ, ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഈ വെനിസ്വേല,
ഇവിടുന്നാണ് ഈ ഇത്രയും ഭാഗത്തു നിന്നാണ് ഈ ലോകത്തേക്ക് പോകുന്ന മുഴുവൻ മയക്കുമരുന്നിന്റെയും 80-90% വരുന്നത്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ഒരു വലിയ ഭീഷണി തന്നെയാണത്. പക്ഷേ അവർക്കത് പെട്ടെന്ന് നിർത്താനും കഴിയില്ല. കാര്യം അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം തന്നെ ഈ മയക്കുമരുന്ന് കച്ചവടമാണ്. ഏറ്റവും ഒടുവിൽ കൊളംബിയൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ശ്രീ മോഹൻ വർഗീസ് കമോൺ ഗെറ്റ് മീ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.